കൈവശമുള്ള വസ്തുവിന് പട്ടയം നിഷേധിച്ചതിനെതിരെ 73-കാരിയുടെ ഒറ്റയാൾ സമരം. ഇടുക്കി തൊടുപുഴ കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് ആക്ഷേപം. 1975 മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ തരിശുഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നതാണ് അമ്മിണി. ആദ്യം 10 സെന്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 സെന്റിലേക്ക് ചുരുങ്ങി. ബാക്കി സ്ഥലം അയൽപക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ കയ്യേറിയെന്നാണ് അമ്മിണി പറയുന്നത്. 1995 വെള്ളിയമറ്റം പഞ്ചായത്തിൽ നിന്നും ഒരു ചെറിയ വീട് ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പരും റേഷൻ കാർഡും അമ്മിണിക്കുണ്ട്. എന്നാൽ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയാണെന്നാണ് അമ്മിണിയുടെ പരാതി. എല്ലാവരോടും പറഞ്ഞു അതിൽ എനിക്ക് കയറിയിരിക്കുന്നിടത്ത് വേളച്ചേരി പൈരിക്കുട്ടി സാർ ഒരു കുറേ സ്ഥലം ഇത്രയും രീതിയിൽ മിറ്റം തറകെട്ടം സ്ഥലമില്ലാത്ത കാരണം എനിക്ക് അവിടെ ഇച്ചിരി വിട്ട് തന്നു. അതോടുകൂടി ഇവരിപ്പം ഇതിന് കളി കിട്ടിയിട്ടാണ്. അവർ മേലുദ്യോഗസ്ഥരേ ഉള്ളൂ. നാരായണ സർവേറാണ്, ഷീനു സർവേർ, ഷിബു സർവേർ, ശ്രീനു പോലീസുകാരൻ. എനിക്ക് ദൈവം മാത്രം. അമ്മിണിയുടെ പരാതിക്ക് പിന്നാലെ തൊടുപുഴ തഹസീൽദാർ സ്ഥലം സന്ദർശിച്ചു. ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തഹസീൽദാർ പറഞ്ഞു. പരിഹാരം കാണുന്നതിന് അതായത് കലയന്താനി എന്നുള്ള സ്ഥലത്താണ് 231 സർവേ നമ്പറിൽപ്പെട്ട ആലക്കോട് വില്ലേജിലെ ഒരു സ്ഥലമാണ് കക്ഷി കൈവശം വെച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. ആ സ്ഥലം ഇന്ന് തന്നെ പരിശോധിച്ച് ആ സ്ഥലത്ത് സർക്കാർ തരിശാണെന്നാണ് പറയുന്നത്. എനിക്ക് വില്ലേജ് റെക്കോർഡുകൾ നോക്കേണ്ടി വരും. വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകൾ പരിശോധിച്ച് ആ സ്ഥലത്ത് എത്ര പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്, എത്ര എക്സ്റ്റൻ്റാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിച്ച് കക്ഷിക്ക് എത്ര സ്ഥലം കൈവശമുണ്ട് ഇപ്പോഴെന്ന് പരിശോധിച്ച് താലൂക്ക് സർവേറും ഡെപ്യൂട്ടി തഹസിൽദാർമാരും ഞാനും കൂടി ഇന്ന് സ്ഥലപരിശോധന നടത്തുന്നതായിരിക്കും. അതിനുശേഷം എത്രയും വേഗത്തിൽ, അതായത് കൈവശ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കൊടുക്കാവുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടയം കൊടുക്കുന്നതായിരിക്കും. ഇതിനിടെ അമ്മിണിയുടെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർകക്ഷിക്ക് പട്ടയം നൽകിയതായും അമ്മിണി ആരോപിച്ചു. ഇക്കാര്യം ഉന്നയിച്ച് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ 73-കാരി സമരം ആരംഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.